ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ഉപ്പുമാവാണ്. അതിനായിട്ട് നമ്മളിപ്പോൾ 1/2 കിലോ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ വേവിച്ചെടുത്തിട്ട് വരണം. തീ കത്തിച്ചു കൊടുക്കാം. ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പിട്ടാൽ മതി. ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കപ്പയെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പിടുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് കയ്പുള്ള കപ്പയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഈ വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം എടുത്ത് ബാക്കി അതിലിട്ട് തിളപ്പിക്കാം. ഇപ്പൊ നമ്മുടേതിന് കയ്പില്ലാത്തതുകൊണ്ട് നമ്മൾ അതേ സെയിം വെള്ളത്തിൽ തന്നെയാണ് ബാക്കിയും ചെയ്യുന്നത്. വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ കപ്പ നല്ലപോലെ വെന്ത് കിട്ടണം. ഇനി നമ്മുടെ കപ്പ ഇപ്പൊ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളമെല്ലാം കളഞ്ഞെടുക്കാം. അപ്പൊ ഇതിലെ വെള്ളമെല്ലാം നമ്മളെടുത്ത് കളഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലപോലെ പൊടിച്ചെടുക്കണം. ഇങ്ങനെ ഒരു സ്പൂണ് കൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇത് പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം പൊടിച്ചിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോ എല്ലാം ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കടുക് തട്ടി കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉഴുന്നൊന്ന് ചുമന്ന് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അര കപ്പ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഈ ഒരു സമയം ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ചെറുതായിട്ട് വഴന്നു തുടങ്ങുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ വഴറ്റി കൊടുക്കണം. നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം നമ്മൾ പൊടിച്ചു വെച്ച നമ്മുടെ കപ്പയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ചതിന് ശേഷം നോക്കിയപ്പം 2 കപ്പ് കപ്പയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ ഒരു സമയം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മളിപ്പോ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ വേവിച്ച സമയത്ത് കപ്പ വേവിച്ച സമയത്തും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കിയിട്ട് മാത്രമേ ഇപ്പൊ ഉപ്പ് ചേർത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം.
ഇനി കുറച്ച് വെള്ളവും കൂടി ഇതിൽ തളിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പ് എല്ലാ സൈഡിലും പിടിക്കും, അല്ലെങ്കിൽ അവിടെ അവിടെ കട്ടിയായിട്ടിരിക്കും. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കപ്പ നന്നായിട്ട് ഉടങ്ങിയിട്ടെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് കടിക്കാൻ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നമ്മളിത് നല്ല വേവുന്ന കപ്പ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കപ്പ ഉപ്പുമാവ് റെഡി. അപ്പൊ ഇതെല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളാണ്. ഇത് നമുക്ക് മീനിന്റെ കൂടെയും കാന്താരി ചമ്മന്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.